ഹായ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ദമാമിലാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്നറിയോ? റാസ്തനൂറ. ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് റാസ്തനൂറ ബീച്ചൊന്ന് പോകണം, കാണാൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ കുളിക്കാനൊക്കെ പറ്റുന്ന ബീച്ചാണെന്ന് കേട്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നത് രാവിലെയാണ് അല്ലേ, പുലർച്ചെയാണ് പോകുന്നത്. സമയം എത്രയായി ഇപ്പോൾ? 6 മണിക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 50 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാം. ഒരുപാട് ആളുകൾ പറഞ്ഞത് വൈകിട്ട് പോയാൽ മതി എന്നാണ്. പക്ഷേ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ മോർണിംഗിൽ പോയ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ, കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് ഭാഗങ്ങൾ പോകാണ്ട്. അല്ലസ ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ടൈം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മോർണിംഗിൽ പോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ വന്ന 2 പേര് അവർ നല്ല ഉറക്കാണ്. അവരെ ഉറക്കത്തിൽ പോയി വിളിച്ചാലും ചെയ്തില്ല നമ്മൾ വരാൻ പറഞ്ഞിട്ട്. പക്ഷെ അവർ മടിയന്മാരായതുകൊണ്ട് വരുന്നില്ല. ഉറങ്ങിയിട്ടില്ല, മൊബൈലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും? പൊളിക്കുക മാത്രമേ ഉള്ളൂ, എൻജോയ് ചെയ്യും അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെ അറിയാം? ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ മുന്നിലാട്ടുള്ളത്. ഇതാ കാണുന്നത്, ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. ഇതാ കാണുന്നുണ്ടാ, ഈ ഹോട്ടലാണ്. പേരൊക്കെ അടിപൊളിയാണ്. എന്താണ് പേര്? സീസ് ഇന്റർനാഷണൽ. പക്ഷെ ഹോട്ടൽ പോരട്ടെ. ആര് വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടൽ ഇവിടുന്ന് എടുക്കരുതെന്ന് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യണം. കാരണം റൂമൊന്നും പോരാ, ബാത്റൂമൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു. നമ്മൾ കംപ്ലൈന്റ് ആയിട്ടാണ് വന്ന്. പിന്നെ ഹോട്ട് വാട്ടർ ഇല്ല, പിന്നെ എന്തൊക്കെയോ കുറവുണ്ടല്ലോ അവിടെ, സോപ്പ് വെച്ചിട്ടില്ല, അങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റ് ആണ്. ക്ലീനിങ്ങും ഒക്കെ ഓക്കെയാണ്, പക്ഷെ ടോട്ടലി പോരാ. അപ്പോൾ പിന്നെ റൂം റെൻറ്റും കുറച്ച് കൂടുതലാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത റൂം മിസ്സിങ് ആയി. കാരണം ഞങ്ങൾ കൺഫേം ചെയ്യാത്തത് കൊണ്ട് അത് മിസ്സായി. കീ എൻ്റെ അടുത്താണ്, കീ മറന്നിട്ടില്ല. അപ്പോൾ ചിഞ്ചുവാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ജൂനിയർ ലൈസൻസ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയുണ്ട്, ഞങ്ങൾ പാവപ്പെട്ടവരുടെ ഒരു വണ്ടിയാണിത്, കിയ സിറാട്ടോ. നമ്മളിതിൽ ഒരുപാട് എൻജോയ്, പല രാജ്യങ്ങളും കറങ്ങിയ വണ്ടിയാണിത്. ചെറിയ വണ്ടിയാണെങ്കിലും പല രാജ്യങ്ങളും പല ഭാഗങ്ങളും ഒക്കെ ഇറങ്ങിയ വണ്ടിയാണ്. 31 കിലോമീറ്റർ കേട്ടോ, 43 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ദമാം അല്ലംറ സ്ട്രീറ്റ് അല്ലേ? അല്ലംറ സ്ട്രീറ്റിലാണ് നമ്മുടെ റൂം എടുത്തുള്ളത്. നമ്മളെ കൂപ്പർ റെസ്റ്റോറൻറ്റിന്റെ തൊട്ടടുത്ത് അല്ലേ? അവിടെ 100 മീറ്റർ ഉള്ളൂ. പക്ഷെ അവിടുത്തെ ഫുഡ്, ഇന്നലെ കൂപ്പറിന്ന് കഴിച്ച ഫുഡൊക്കെ അടിപൊളിയായിരുന്നല്ലേ? നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചു, ഡിന്നർ അവിടെ നിന്ന് കഴിച്ചില്ല നമ്മള്. ലഞ്ച് പിന്നെ നമ്മൾ എവിടെ നിന്ന് കഴിച്ച്? ഹോളിഡേന്ന് കഴിച്ച്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. മലയാളി ഫുഡാണ് ട്രൈ ചെയ്തത്. കാരണം റിയാദിന് എപ്പോഴും അറബിക് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവരാർക്കും റോസ്റ്റഡ് കബാബ് ഒന്നും താല്പര്യം ഉണ്ടായില്ല. പിന്നെ നമ്മളെ മലയാളി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് എങ്ങനെ ഉണ്ടായതുകൊണ്ട് നമ്മളെ ഇന്നലത്തെ ഫുഡ് കഴിച്ചേ? ഇങ്ങനെ എന്താ ഫുഡായി കഴിച്ചെന്ന് പറഞ്ഞേ? അത് ഡിന്നർ അല്ലേ? അപ്പൊ ലഞ്ചാ? ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ? ഫിഷ് പൊള്ളിച്ച്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റാ? പിന്നെ ഇഡ്ഡലി കഴിച്ചില്ല ഈ ഒരെണ്ണം? പിന്നെ പൊറാട്ട കഴിച്ചില്ലേ? ഞാൻ പൊറാട്ട കഴിക്കൂല. സൗദി നാഷണൽ ഡേ കഴിഞ്ഞുണ്ടല്ലേ? സോറി, ഫൗണ്ടേഷൻ ഡേ. ഫൗണ്ടേഷൻ ഡേ പൊടികളൊക്കെ ഇങ്ങനെ റോട്ടിലുണ്ടല്ലേ ഒരുപാട്. ദമാം സിറ്റി. അപ്പൊ നമ്മള് ടെഹ്റാൻ ജുബൈൽ റോഡ് കടന്നിരിക്കുകയാണ്. ഈ റൂട്ടാണ് പോകുന്നത്. ജുബൈൽ റോഡ്, ജുബൈലിന്റെയും പിന്നെ ദമാമിന്റെ ഇടയിലുള്ള സ്ഥലമാണ് റാസ്തനൂറ. ഫൈനലി റാസ്തനൂറ റോഡിലെ ടോട്ടൽ ഇനി 20 കിലോമീറ്റർ ആണ്. പക്ഷെ 19 മിനിറ്റ് ഉള്ളു, കാരണം ഇവിടെ റഷ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സംഭവം എത്തുന്നുണ്ടല്ലേ. റാസ്തനൂറ പോണം വഴിയിലുള്ളൊരു വ്യൂ ആട്ടോ. ഇവിടുന്ന് ഏകദേശം ഇനി ഒരു 12 കിലോമീറ്റർ ഉള്ളൂ റാസ്തനൂറയിലേക്ക്. ബട്ട് ഗൈസ്, അമേസിങ് വ്യൂ. നല്ല പച്ചപ്പിടിച്ചിങ്ങനെ ആ പാടം നീണ്ട് നിവർന്ന് കിടക്കേട്ടാ. അപ്പുറത്ത് കടലാണെന്ന് സംശയമുണ്ട്. കടലല്ലേ? അടിപൊളി വ്യൂ ആണ്.
എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട് സിഞ്ചു? കോർണിഷ് തിരിയാൻ പോകട്ടെ നമ്മളെ അറാംകോടെ പ്ലാന്റ് ഒക്കെ നമ്മള് കണ്ടുല്ലേ. വെരി ബ്യൂട്ടിഫുൾ റോഡ്. അടിപൊളി വഴിയൊക്കെ കാണാനല്ല ഭംഗിയുണ്ടല്ലേ. ഞാനുണ്ട് വഴി, നാടിന്റെ ഒരു ഫീല് കിട്ടില്ലേ വഴി ഇങ്ങനെ പോകുമ്പോ. ഉണ്ടാവോ ഉണ്ണിമോളെ? ഇല്ലേ കാലിക്കറ്റ് ബീച്ചിൽ പോയ ഈ കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ടോ? എപ്പോ? കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് അല്ലേ? നീ അവിടെ പോയിട്ടുണ്ട്? എന്നിട്ട് ഇങ്ങനെ കൊടിയൊക്കെ കണ്ടിട്ടോ? അതിനെന്താ കണ്ട അവിടുന്ന്? മാഷാ അല്ലാ, നല്ല അടിപൊളി സ്ഥലാട്ടാ. അങ്ങനെ ഫൈനലി നമ്മള് റാസ്തന്നൂർ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ കിളികള്, കാക്ക ഉണ്ട് കേട്ടോ അവിടെ. ദമാമിൽ ഇവിടെ റാസ്തന്നൂറിൽ നമ്മുടെ നാട്ടിലത്തെ കാക്ക ഉണ്ട്. അടിപൊളി കേട്ടോ, ബ്യൂട്ടിഫുൾ ബീച്ചാണ്. സെറ്റ് സ്ഥലാട്ടോ, എല്ലാരും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് ആളുകളോട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് മോളെ? എങ്ങനെയുണ്ട്? അടിപൊളി ബീച്ചല്ലേ? കുളിക്കാറില്ലേ നമ്മള്? ഇറങ്ങി നോക്കിയേ. നമ്മളിവിടെ ചൂണ്ടലുള്ള ടീമുണ്ട് കേട്ടോ. മാഷാ അല്ലാ, കൈഫ് ഹാൽ യാ ബാബ്? ഹയ്യാക്കുമുല്ലാ. അംസക് സമക്? ഓ മാഷാ അല്ലാ, തബാറക്കല്ലാ. കൂന്തൽ പിടിച്ചേ ഓപ്പണാക്കി. മാഷാ അല്ലാ, തബാറക്കല്ലാ. هذا اسمه عربي طبوطة معلوم. كيرلا ഇന്ത്യ അയ്യോ ഇന്ത്യ. هذا كلام കൂന്തൽ പിടിച്ചില്ല വെച്ചാല്. മാഷാ അല്ലാ, ഇത് നമ്മുടെ നാട്ടിലത്തെ സെയിം മീനാട്ടോ. ചെമ്മീൻ. ഓ നാടൻ മീനുകൾ കംപ്ലീറ്റ്. അയില. ഓ മാഷാ അല്ലാ, മാഷാ അല്ലാ. ഉണ്ണിമോളെ ലക്ഷ്യം എന്താണ്? റൈഡിങ്ങോ? ഞങ്ങളെ വീട്ടിലത്തെ ഏറ്റവും ചെറിയ കുട്ടിയാട്ടോ. നിങ്ങളിപ്പോ ഈ വീണ് കഴിഞ്ഞാൽ ലൈവായിട്ട് കിട്ടും. റാസ്തന്നൂർ ബീച്ചിൽ ഇരിക്കുകയാണ്. ഒരുപാട് പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണിത്. നമ്മുടെ നാട്ടിലെ ബീച്ച് പോലൊക്കെയാണ്. കണ്ടില്ലേ? ഇറ്റ്സ് അമേസിങ്. സീ, നമ്മളെ സൗദി അറേബ്യയിലൊക്കെ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് കേട്ടോ. അടിപൊളി ബീച്ചാണ് റാസ്തന്നൂറ. അപ്പം എല്ലാവരും വന്ന്
എക്സ്പീരിയൻസ് ചെയ്യുക. സൂപ്പർ. നമ്മുടെ നാട്ടിലൊക്കെ ബീച്ചിൻ്റെ അതേ പ്രതീതി കേട്ടോ. വെരി നൈസ്. ചിഞ്ചുകാരന് ചിഞ്ച നോക്കേ, ഇങ്ങോട്ട് നോക്കേ. നമ്മള് ചേക്കണേ ഷാപ്പ് എന്നാൽ എന്ത് ചെയ്യണം. അപ്പൊ റാസന്നൂറ് പൊളിയായിരുന്നു അല്ലേ? ഒരു രക്ഷയില്ല. ഫുള്ള് എൻജോയ് ചെയ്യുന്നതാ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും അല്ലേ? കാരണം എന്താ? കടലിൽ വിളിച്ചോണ്ട് കടലിലൊക്കെ വിളിച്ചു. വെള്ളത്തിൽ അടിപൊളിയാണ്. നല്ല ബീച്ചാണ്. സൈലന്റ് ആണ്. മോർണിംഗിലായതുകൊണ്ട് തിരക്കുറവായിരുന്നു. ഒരു പക്ഷേ ഇതിലും വൈബായിരിക്കും നമ്മൾ ഈവനിങ്ങിലൊക്കെ വരുമ്പോൾ. നല്ല തിരക്കൊക്കെ ആയിരിക്കും. പക്ഷെ തിരക്കിൽ നിന്നും മാറി ഞങ്ങൾ പിന്നെ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാനും. കാരണം എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്, അല്ലസ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മോർണിംഗിലേക്ക് വന്നാണ്. അപ്പോൾ എല്ലാവരും വരാം അല്ലേ? പൊളിയാണ്, പൊളി.